ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൽ സുധീഷ് നിധിക്ക് ഗിഫ്റ്റായിട്ട് സ്കൂട്ടി കൊടുക്കുന്ന സ്വപ്നം കാണാണ് കേട്ടോ. അവളാണെങ്കിൽ നല്ല സ്റ്റൈലായിട്ട് ഒരുപാട് ബലൂൺസൊക്കെ താഴെ കിടക്കുന്നുണ്ട്. അതിനിടയിലൂടെ സ്കൂട്ടി ഓടിച്ച് വരികയാണ് കേട്ടോ. എന്നാൽ അതൊരു സ്വപ്നമാണെന്ന് സുധീഷ് പെട്ടെന്ന് ഞെട്ടി എണീക്കുമ്പോൾ തിരിച്ചറിയാണ് കേട്ടോ. അങ്ങനെ തിരിഞ്ഞ് കിടക്കുന്ന സമയത്ത് ഹരീഷ് കിടക്കുന്നുണ്ട്. അപ്പം തന്നെ ഹരീഷിനെ കുത്തിപ്പൊക്കി എണീപ്പിക്കുകയാണ്. ഹരീഷാണെങ്കിൽ എണീക്കുന്നേ ഇല്ല. എന്താ സുധീഷ് ഏട്ടാ, ഈ രാവിലെ തന്നെ നിങ്ങൾക്ക് പ്രാന്തായി എന്നൊക്കെ അവനിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സുധീഷ് അവനെ പുറത്തേക്ക് കൊണ്ടുപോകാൻ കേട്ടോ. എന്നിട്ട് ബ്രഷ് തേക്കാൻ ബ്രഷ് എടുത്ത് കൊടുക്കുന്നു, അതിൽ പേസ്റ്റാക്കി കൊടുക്കുന്നു. അങ്ങനെ സ്പീഡ് തേക്കാൻ പറയുന്നുണ്ട്. അവൻ മുഖം കഴുകുമ്പോൾ മുഖം കഴുകി കൊടുക്കുന്നുണ്ട്. അതുവരെ ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല കോമഡിയാണ് ആ സീന് കാണാനായിട്ട്. അങ്ങനെ രണ്ടുപേരും കൂടെ സ്പീഡിൽ ബൈക്ക് കയറി പോവാണ്. അപ്പോൾ സുഭാഷ് ഏട്ടൻ ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങൾക്ക് പറ്റിയ രാവിലെ തന്നെ ധൃതിയിൽ എങ്ങോട്ടായി പോകുന്നത്? അതൊരു സർപ്രൈസ് ആണ് എന്നും പറഞ്ഞിട്ട് അവർ പോവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ഓണറായിട്ട് സംസാരിക്കുന്ന സുധീഷിനെ ഹരീഷിനെയാണ് കേട്ടോ. അങ്ങനെ ഓണറാണെങ്കിൽ വണ്ടീനെ പറ്റി വല്ലാത്ത രീതിക്ക് ഇങ്ങനെ കയറ്റി പറയുന്നുണ്ട്. സംഭവം വലിയ പുതിയ വണ്ടിയൊന്നുമല്ല, പഴയ തന്നെയാണ് കേട്ടോ. അങ്ങനെ സുധീഷ് ഹരീഷിനോട് നൈസായിട്ട് അങ്ങനെ പറയുമ്പോൾ ഹരീഷിന് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഹരീഷ് പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇയാൾക്ക് അത് സെയിൽ ചെയ്യുന്നില്ല, അത് വേറെ ആർക്കെങ്കിലും വിറ്റോളം, ഇയാൾ വലിയ ഡയലോഗ് അടിക്കണ്ട എന്ന് ഹരീഷും തിരിച്ച് പറയുന്നുണ്ട്. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, എടാ പെണ്ണുങ്ങളോടാ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നീ ദയവേത് പൈസ ഒന്ന് കുറച്ച് തരാൻ പറയടാന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ പിന്നെ അയാൾ 30,000 രൂപ വേണമെന്ന് പറയാൻ കേട്ടോ. അത് കേട്ടപ്പോൾ സുധീഷ് ആകെ ഷോക്ക് ആവുന്നുണ്ട്. 30 അത് കുറച്ച് കൂടുതലല്ലേ, കുറച്ച് കുറയ്ക്കാൻ പറ്റുമോ? അപ്പോൾ അയാൾ പറയുന്നുണ്ട്, കുറയ്ക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ പറയണം. അങ്ങനെ പിന്നെ ഹരീഷ് ഇടപെട്ടിട്ട് അതൊരു 25,000 രൂപയ്ക്ക് മാറ്റുകയാണ്. ഹരീഷ് ആയതുകൊണ്ട് ഞാൻ 5,000 കുറച്ചിട്ടുണ്ടെന്ന് പറയും. പക്ഷെ അതും സുധീഷിന് ഭയങ്കര കൂടുതലാണ്. അങ്ങനെ സുധീഷ് വീണ്ടും ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ അയാൾ അമ്പ് വില്ലിനും അടുക്കുന്നില്ല കേട്ടോ. അയാളത് കുറയ്ക്കുന്നതന്നെയല്ല. പിന്നെ അത് മാത്രമല്ല, സുധീഷിനാണെങ്കിൽ ഇന്ന് തന്നെ വണ്ടി വേണം. പക്ഷെ അവൻ കുറച്ച് ക്യാഷേ കൊടുത്തിട്ടുള്ളൂ, 10,000 അങ്ങനെ എന്തോ കൊടുത്തിട്ടുള്ളൂ. ബാക്കി അയാൾക്ക് ഇപ്പം തന്നെ വേണം. അങ്ങനെ സുധീഷാണെങ്കിൽ ആകെ പെട്ടു എന്നുള്ള അവസ്ഥയായല്ലോ. സുധീഷ് ഒരുപാട് പറഞ്ഞു നോക്കിയിട്ടും അയാൾ സമ്മതിക്കുന്നില്ല. നിങ്ങൾ ഫുൾ ക്യാഷ് തന്നിട്ട് വേണമെങ്കിൽ കൊണ്ടുപോയിക്കോന്നൊക്കെ. പിന്നെ നമ്മുടെ സുധീഷ് ആരാ മോൻ, സുധീഷ് തൻ്റെ വാക്ക്, അതായത് നല്ല അടിപൊളിയായിട്ട് അയാളെ വീഴ്ത്തിയിട്ടുണ്ട് വാക്കുകളിലൂടെ. അങ്ങനെ ഒടുവിൽ അയാൾ മനസ്സില്ലാ മനസ്സോട് ആ സ്കൂട്ടി അവന് ഇന്ന് തന്നെ കൊടുക്കാൻ കേട്ടോ. അതീവ സന്തോഷത്തോടു കൂടി സുധീഷ് വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. സുഭാഷ് ഏട്ടനെ നികേഷിനെ വിളിക്കാനായിട്ട് ഹരീഷ് അകത്തേക്ക് പോകുന്ന സമയത്ത് ഭാസ്കരൻ വരുന്നുണ്ട് കേട്ടോ. നല്ല പാട്ടൊക്കെ പാടിയിട്ടാണ് വരുന്നത്. അങ്ങനെ ഈ സ്കൂട്ടി കണ്ടപ്പോൾ തന്നെ സുധീഷിനോട് ചോദിക്കുന്നുണ്ട്, ആർക്കാടാ ഈ ലൊട്ടിലൊടുക്ക് സാധനം, എനിക്കാണോ? അത് കേട്ടപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, അയ്യോ നിങ്ങൾക്കല്ല, നിങ്ങൾക്ക് ഞാൻ ബെൻസ് ഓർഡർ ചെയ്തിട്ടുണ്ട്, അതിപ്പോൾ വരും. അപ്പം ഭാസ്കരൻ അവനൊന്ന് പുച്ഛിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മനസ്സിലായി, ഇത് പെണ്ണുങ്ങൾ ഓട്ടിക്കുന്ന സ്കൂട്ടിയല്ലേ, പ്രീതി പിടിച്ച് പറ്റാനാണല്ലേ. അപ്പോൾ സുധീഷ് ഒരു ചമ്മി നാണത്തോടു കൂടെ ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും സുഭാഷ് ഏട്ടനും നികേഷും വരുന്നുണ്ട് പുറത്തേക്ക്. അവർ ഈ സ്കൂട്ടി കണ്ടപ്പോൾ ഷോക്കാവുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നത് ആർക്കാട്? അപ്പോൾ അവൻ പറയുന്നുണ്ട്, നിധിക്കാണ് ഏട്ടാ, ഞാൻ കുറേ ആയി വിചാരിക്കുന്നു അവൾക്കൊരു സ്കൂട്ടി മേടിക്കണം, അവളുടെ വലിയ ആഗ്രഹമല്ലേ. അപ്പോൾ നികേഷ് പറയുന്നുണ്ട്, അതെന്തായാലും നന്നായി, ഏട്ടത്തി സർപ്രൈസ് ആവും എന്തായാലും. അങ്ങനെ അവർ ഈ വണ്ടിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്തൊക്കെ നോക്കുകയാണ് കേട്ടോ. അങ്ങനെ ക്യാഷ് എത്രയെന്നൊക്കെ സുഭാഷ് ചോദിക്കുന്നുണ്ട്. അപ്പം സുധീഷ് പറയുന്നുണ്ട്, 25,000 ആയിട്ടുണ്ട്, ഹരീഷിൻ്റെ ആളായതുകൊണ്ട് കുറച്ച് തന്നതാ. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, അഡ്വാൻസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ഈ ഒരു സ്കൂട്ടി ഇവിടെ ഉണ്ടെന്ന് കേട്ടപ്പോൾ എന്നെ കിടക്കാൻ പോലും സമ്മതിച്ചില്ല, അതാണ് ഇത്രയും രാവിലെ ഞങ്ങൾ പോയി ഇത് മേടിച്ചു കൊണ്ടുവന്നത്. എന്നിട്ടോ ഫുള്ള് ക്യാഷൊന്നും കൊടുത്തിട്ടില്ല, അഡ്വാൻസായി മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പം സുധീഷ് പറയുന്നുണ്ട്, കൊടുക്കട മോനെ വേഗം, കൊടുത്താൽ മതി സുധീഷ് മോനെ എന്ന് അവനും ഒന്നാക്കി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ സുധീഷ് നിധിനെ തിരക്കുന്നുണ്ട്. അപ്പോൾ നികേഷ് പറയുന്നുണ്ട്, ഇടത്തെ അകത്തുണ്ട്. അങ്ങനെ സുധീഷ് നേരെ അകത്തേക്ക് പോയിട്ട് നിധിയുടെ വാതിൽ മുട്ടാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നിധി ഒന്ന് വേഗം വന്നേ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, വരുവാ, എന്താ കാര്യം, ഇങ്ങോട്ട് ഒരു സർപ്രൈസും ഉണ്ട്. അപ്പോൾ അവൾ വാതിൽ വന്നിട്ട്, എന്ത് സർപ്രൈസ്? സർപ്രൈസ് എന്ന് പറഞ്ഞാൽ സർപ്രൈസ് ആണല്ലോ, നീ ഇങ്ങോട്ട് വന്നേ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാനെങ്ങുമില്ല, എന്നെ പറ്റിക്കല്ലേ. അല്ല നിധി, ഒരു സെക്കൻഡ് കാര്യമല്ലേ ഉള്ളൂ, ഒന്ന് വന്നേ. അങ്ങനെ അവൾ വരാൻ നോക്കുമ്പോൾ പറയുന്നുണ്ട്, കണ്ണടച്ചു വാ. അപ്പോൾ അവൾ കണ്ണടയ്ക്കും പറയുന്നുണ്ട്, എനിക്കിതിന് വിശ്വാസമില്ല, ഞാൻ കണ്ണടച്ചുതരാമെന്ന് സുധീഷ് പറയുമ്പോഴേക്കും അവൾ എങ്ങോട്ടേ വരുന്നത്, ഞാൻ കണ്ണടച്ചോളാം, ഞാൻ തുറക്കില്ല ഉറപ്പ് എന്ന് പറഞ്ഞിട്ട് അവൾ കണ്ണടച്ച് വരാണ് കേട്ടോ. അവനാണെങ്കിൽ അവൾക്ക് ഇങ്ങനെ വഴി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, സ്ട്രെയിറ്റ് റൈറ്റ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ സ്റ്റെപ്പിൻ്റെ അവിടെ എത്തുമ്പോൾ പെട്ടെന്ന് നിധി വീഴാൻ പോകുമ്പോൾ അവൻ്റെ കൈ പിടിക്കുകയാണ്. അത് അവന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ഭാസ്കരനാണെങ്കിൽ ഇതൊക്കെ കണ്ട് ചിരിക്കുകയാണ് കേട്ടോ. വണ്ടീൻ്റെ കോലം കണ്ട് സുധീഷ് ഞെട്ടുന്നുണ്ട് കേട്ടോ. ഒരു പഴകിയൊരു സാരി കഷ്ണോ എന്തോ ഒരു തുണി അതിൻ്റെ മുകളിൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെ അവൻ അവിടെ ഓടി ചെന്നിട്ട് അയ്യോ എന്ന് പറയണം. അപ്പം നിധി പെട്ടെന്ന് എന്തേ ചോദിക്കുമ്പോൾ അവൻ പറയുന്നത്, കണ്ണ് തുറക്കല്ലേ നിധി, പ്ലീസ് പ്ലീസ് എന്ന് പറയുമ്പോൾ അവൾ പറയുന്നുണ്ട്, ഇല്ല കണ്ണ് തുറക്കില്ല. അങ്ങനെ അവൻ നികേഷിനോടൊക്കെ ചോദിക്കുന്നുണ്ട്, എന്തോന്നാടാ ഇതെന്തെങ്ങനെ വൃത്തികേടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, അല്ല സുധീഷ് ഏട്ടാ, പെട്ടെന്ന് നമ്മൾ വണ്ടി കാണിക്കുമ്പോൾ ഇതങ്ങോട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ രസമല്ലേ, ഒരു രസമില്ലെന്ന് പറഞ്ഞിട്ട് അവനത് എടുത്ത് മാറ്റിയാണ് കേട്ടോ. അപ്പോഴേക്കും നിധി പറയുന്നുണ്ട്, എനിക്ക് മടുത്തു, ഞാൻ കണ്ണ് തുറക്കാമെന്ന് പറഞ്ഞാൽ അവൾ കണ്ണ് തുറക്കുകയാണ്. പെട്ടെന്ന് ആ സ്കൂട്ടി കണ്ടപ്പോൾ അവൾ നന്നായിട്ട് ഷോക്കാവുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇതാർക്കാ, നല്ല നല്ല വണ്ടിയാണല്ലോ എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ഇത് നിനക്കാ നിധി. അപ്പോഴേക്കും അവൾ ആകെ ഹാപ്പി ആവുന്നുണ്ട്,
എനിക്ക് വാങ്ങിയതാണോ? അതെ അതെ നിനക്ക് വാങ്ങിയത് എന്നും പറഞ്ഞ് സുധീഷ് അവൾക്ക് ചാവി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവൾ സുഭാഷ് ചേട്ടനോട് സമ്മതം ചോദിക്കുന്ന പോലെ നോക്കുന്നുണ്ട്. അങ്ങ് സുഭാഷ് ചേട്ടൻ പറയുന്നുണ്ട് നീ മേടിച്ച മോളെ. അങ്ങനെ സുധീഷ് പറയുന്നുണ്ട് നീ എത്രയായി ഇങ്ങനെ ബസ്സിൽ പോകുന്നത്, ഇനിയെങ്കിലും സ്കൂട്ടിയിൽ പോകാൻ നോക്കുക, അതല്ലേ നിനക്കിഷ്ടം എന്നും പറഞ്ഞിട്ട് അത് അവൾക്ക് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും നീ സ്കൂട്ടി ഒന്ന് ഓടിച്ച് നോക്കിക്കേ എങ്ങനെയുണ്ട് നോക്കുക. അപ്പോൾ അവൾ പറയുന്നുണ്ട് എനിക്ക് സ്കൂട്ടി ഓടിക്കാൻ അറിയില്ല. അത് കേട്ടപ്പോൾ അവരെല്ലാവരും ഷോക്കാവുന്നുണ്ട്. കാരണം അവളുടെ ഡയലോഗ് കേൾക്കുമ്പോൾ അവൾക്ക് അത്രയും നന്നായിട്ട് സ്കൂട്ടി ഓടിക്കാൻ അറിയാമെന്നാണ് അവരൊക്കെ വിചാരിച്ചത് കേട്ടോ. അപ്പോൾ നികേഷ് പറയുന്നുണ്ട് സാരല്ലേ എടുത്തി, സൈക്കിൾ ബാലൻസ് ഇല്ലേ, അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റും, എനിക്ക് സൈക്കിൾ ഓടിക്കാൻ അറിയില്ല. അതോടെ കേട്ടപ്പോൾ സുധീഷ് പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ. ബാക്കിയുള്ളവർക്കും ചിരിയൊക്കെ വന്നു. സുധീഷാണെങ്കിൽ നിർത്തുന്നില്ല കേട്ടോ. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട് എന്തോന്നാടാ നീ ഇതിനെ ചിരിക്കുന്നേ, അവൾക്ക് സൈക്കിൾ ഓടിക്കാൻ പറ്റില്ല അത് അവൾ പറഞ്ഞു, എനിപ്പം തന്നെ നീ ചിരിക്കുന്നേ. അല്ല സുഭാഷ് ഏട്ടാ എന്തായിരുന്നു ഡയലോഗ്, ഒരു കാർ ഓടിക്കുന്നു, ഒരു കയ്യിൽ ഒരു കപ്പ് ടീ, എന്തൊക്കെയായിരുന്നു മഴയത്ത് ഇങ്ങനെ വെള്ളം തെറിപ്പിച്ച് കാർ ഓടിക്കുന്നു. ഞാൻ വിചാരിച്ച് ഈ വർത്താനം കേട്ടപ്പോൾ ലോറി വരെ ഓടിക്കുന്നു എന്നും പറഞ്ഞിട്ട് അപ്പം പൊട്ടി ചിരിക്കുകയാണ് കേട്ടോ. നിധിയാണെങ്കിൽ തല താത്തി നിൽക്കുക. എന്നിട്ട് പറയുന്നുണ്ട് അതിന് മാത്രം ഇപ്പം എന്താ ചിരിക്കാൻ, എനിക്ക് അറിയില്ലല്ലോ പഠിച്ചെടുത്താൽ പോരെ. അപ്പോൾ സുധീഷിന് ഭയങ്കര കോൺഫിഡൻസ് ആയി, ഈ ഒരു ചാൻസ് മുതലാക്കാലോ. അങ്ങനെ സുധീഷ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ പഠിപ്പിച്ചു തരാം, എനിക്ക് പ്രശ്നമൊന്നുമില്ല നിധി. അപ്പോൾ അവൾ പറയുന്നുണ്ട് നികേഷ് നിനക്ക് ഡ്രൈവിംഗ് അറിയില്ലേ? അപ്പോൾ നികേഷ് പറയുന്നുണ്ട് എനിക്കറിയാം, എന്നാൽ നീ പഠിപ്പിച്ചാൽ മതി. അപ്പോഴേക്ക് സുധീഷ് ഭയങ്കരമായിട്ട് ചമ്മാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചിരിക്കുന്നുണ്ട്. അങ്ങനെ അവൾ വീണ്ടും നികേഷിനോട് ചോദിക്കുന്നുണ്ട് എന്താ നികേഷ് നിനക്ക് പറ്റില്ലേ? എനിക്ക് പറ്റും ഏടത്തി ഇങ്ങോട്ട് കയറി എന്ന് പറഞ്ഞ് അവൻ സ്കൂട്ടി ഓടിച്ചിട്ട് നിധി ബാക്കിൽ കയറുകയാണ് കേട്ടോ. അങ്ങനെ അവർ നേരെ പുറത്തേക്ക് പോവാണ്. അപ്പോഴേക്ക് സുധീഷിന് ആകെ വിഷമമായി. എന്നിട്ട് പറയുന്നുണ്ട് കിട്ടിയേച്ച് നല്ലൊരു ചാൻസ് ആയിരുന്നു, പക്ഷെ എല്ലാം കോളാക്കി. അപ്പം ഹരീഷ് പറയുന്നുണ്ട് എന്ത് ചാൻസ്? ഡ്രൈവിങ്ങിൻ്റെ ഇടയിലാണോ റൊമാൻസ്? അതെ ഞാൻ കുറച്ച് റൊമാൻസ് ഒക്കെ ഇടാമെന്ന് വിചാരിച്ചു, ഞങ്ങളെ കെമിസ്ട്രി വർക്ക് ആവണ്ടേ. അത് കേട്ടപ്പോൾ എല്ലാവരും ചിരിക്കുന്നുണ്ട്. ഭാസ്കരനാണെങ്കിൽ പൊട്ടിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ സുഭാഷ് പറയുന്നുണ്ട് എന്തായാലും വന്നേ എന്തെങ്കിലും കഴിക്കാം, രാവിലെ ഒന്നും കഴിക്കാതെ പോയതല്ല. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട് എനിക്ക് വിശക്കുന്നുണ്ട് എന്നും പറഞ്ഞ് അവരകത്തേക്ക് പോവാണ്. അങ്ങനെ നിധിയും നികേഷും നേരെ ഒരു ഗ്രൗണ്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ നികേഷ് ചോദിക്കുന്നുണ്ട് അടുത്ത് ഈ ഗ്രൗണ്ട് ഓക്കെ അല്ലേ? ഓക്കെ ആണ് കേട്ടോ. അങ്ങനെ അവൻ പറയുന്നുണ്ട് ഇന്നൊരു ദിവസം കൊണ്ട് തന്നെ അടുത്തേക്ക് ഞാൻ എല്ലാം പഠിപ്പിച്ചു തരും. അപ്പോൾ അവൾ പറയുന്നുണ്ട് നീ എന്തീ പറയുന്നത്, എനിക്ക് സൈക്കിൾ ബാലൻസ് പോലും, അപ്പം ഞാനെങ്ങനെ പഠിക്കും? അത് കേട്ടപ്പോൾ അവൻ പറയുന്നുണ്ട് ഏട്ടത്തിൻ്റെ സൈക്കിളൊന്നും ഓടിച്ച് പഠിക്കാഞ്ഞത്, ഏട്ടത്തിൻ്റെ വീട്ടിൽ അവരൊന്നും പഠിപ്പിച്ചു തന്നില്ലേ, ഏട്ടൻ ഓടിക്കുമോ? അപ്പോൾ അവൾ പറയുന്നുണ്ട് ഏട്ടനെല്ലാം ഓടിക്കാൻ അറിയാം, പക്ഷേ എനിക്ക് പഠിപ്പിച്ചു തന്നില്ല. അച്ഛനോട് പറയുകയാണെങ്കിൽ അച്ഛൻ പറയും ഇവിടെ ഇപ്പോൾ കാർ ഓടിക്കാനും എല്ലാം ഡ്രൈവർ ഉണ്ടല്ലോ, പിന്നെ നീ എന്തിനാ വെറുതെ ഇതൊക്കെ പഠിച്ച് റോട്ടിൽ പോയിട്ട് കൈയും കാലൊക്കെ മുറിച്ച് വരുന്നേ എന്നൊക്കെ ഇങ്ങനെ പറയും. സ്കൂളിലും കോളേജിലൊക്കെ കുട്ടികൾ സൈക്കിളിലൊക്കെ വരുമ്പം സൈക്കിളിലും സ്കൂട്ടിയിലൊക്കെ വരുമ്പോൾ ഞാൻ ഒരുപാട് കൊതിയോടെ നോക്കിയിട്ടുണ്ട് എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പം നികേഷ് പറയുന്നുണ്ട് ഏടത്തി വിഷമിക്കേണ്ട, ഞാൻ ഏടത്തിനെ ഫുൾ പഠിപ്പിച്ചു തരും. എന്നിട്ട് നികേഷ് ചോദിക്കുന്നുണ്ട് അതല്ല സുധീഷേട്ടൻ പഠിപ്പിച്ചിട്ടെന്ന് പറഞ്ഞപ്പോൾ ഏടത്തി എന്താ വേണ്ടെന്ന് പറഞ്ഞേ? അപ്പോൾ അവൾ പറയുന്നുണ്ട് പിന്നെ 1 മാസം എടുക്കും പഠിപ്പിച്ച് തീരാൻ, പിന്നെ അത് മാത്രമല്ല എന്നെ കളിയാക്കി കൊല്ലും, ഇപ്പം തന്നെ കണ്ടില്ലേ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നെ കളിയാക്കി, അതോടുകൂടെ എൻ്റെ കോൺഫിഡൻസ് ഒക്കെ പോകും, നിനക്ക് പഠിപ്പിച്ചു തരാൻ പറ്റില്ലേ? അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് പറ്റും ഏടത്തി, നമുക്ക് എന്തായാലും പഠിച്ചെടുക്കാം ഫുള്ളായിട്ട്. അങ്ങനെ നികേഷ് നിധിയെ അടിപൊളിയായിട്ട് സ്കൂട്ടി പഠിപ്പിക്കാൻ കേട്ടോ. നിധി സ്കൂട്ടി ഓടിക്കുമ്പോൾ ബാക്കിൽ നിന്ന് തള്ളി കൊടുക്കുന്നതൊക്കെ നികേഷാണ് കേട്ടോ. അങ്ങനെ അവർ ചിരിച്ചും കളിച്ചും രസിച്ചും ഒക്കെ വണ്ടി ഓടി പഠിക്കുകയാണ്. അതോടുകൂടി എപ്പിസോഡോട് അവസാനിക്കുകയാണ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ബൈ, താങ്ക്